അയ്യോ 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 ആ വാസുമാഷാ എന്തേ കൊറേ നാളായില്ല കണ്ടിട്ട് ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും വരലില്ലേ? അതെ പറ എന്താ ആവശ്യം? നിർമ്മിത ബുദ്ധി വിദഗ്ധൻ പണ്ടിട്ട് ആത്മഹത്യ ചെയ്തു. ഈ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ എന്തോടാ? ഇപ്പഴാ നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞ എന്തോന്ന്? ഇപ്പൊ അങ്ങാട് ചെന്ന് കഴിഞ്ഞാൽ ഈ ഓംലെറ്റ് അച്ഛന് കൊടുക്കേണ്ടി വരും. ആ പോയിട്ട് വന്ന് തിന്നാല് തണുത്തും പോവും. എന്താച്ചാല് നിർമ്മിത ബുദ്ധിയാ അച്ഛാ. നീ അവിടെ എന്തെടുക്കുവാ? അത് നമ്മളീ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കണ ബുദ്ധിയില്ലേ, അതിനെ പറയണതാണ്. അങ്ങനെ ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഷവർമയൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നമ്മളൊരു ബുദ്ധി ഉപയോഗിക്കൂല അച്ഛാ. അതാണ് നിർമ്മിത ബുദ്ധി. അപ്പൊ ഈ അധ്വാനിച്ച് കാശുണ്ടാക്കുന്നത് നിർമ്മിത ബുദ്ധിയാണോ? എന്താ അച്ഛാ അങ്ങനെ പറഞ്ഞ? അല്ലെ അങ്ങനെയാണെങ്കിലേ നിനക്ക് നിർമ്മിത ബുദ്ധി ഇല്ലാന്ന് പറയാം. കല്യാണ ആലോചനകളൊക്കെ വരണുണ്ടല്ലോ, അവരോട് പറയാനാ. ആ വെളുപ്പിനെ വാതൊക്കെ പോയി എന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് കയറണ. അല്ല നീ എന്തെടുക്കും അവിടെ? ഒന്നിങ്ങോട് വന്നേ. ഞാനിവിടെ ഈ പച്ചമുളകും സവാളയൊക്കെ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ ഒതുക്കി വെക്കാണ്. അവിടെ എല്ലാം അന്ന് അഴുക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുക. അടുക്കള മുഴുവൻ നാശമായി കിടക്ക. എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പരന്ന് കിടക്കണത്. അത് കിള്ളി മാറ്റി വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ളൂ. അടുക്കളയിലേ ഇച്ചിരി പണിയിൽ നിൽക്കുക. അവരെന്താ അടുക്കുകയോ ഒതുക്കുകയോ പറക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊന്നും പതിവുള്ളതല്ല. ആണോ? എന്തോ ഇപ്പൊ നല്ല ബുദ്ധി തോന്നിട്ടോ ചെയ്യുക. അതിനെന്റെ മന്മതായിട്ട് ആള് നന്നാവാൻ ഇത്ര സമയമൊന്നും വേണ്ടല്ലോ. അതുപോലെ തന്നെ നശിക്കാനും അധികം സമയമൊന്നും വേണ്ട. ഇവിടെ ഒന്ന് ചോദിക്കട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്താണ്? അതെ, ഞാനിപ്പോ ഇതിനകത്ത് ഇങ്ങനെ നോക്കിയപ്പോ ഒരു വാർത്ത കണ്ട്. ഇതൊരു നിർമ്മിത ബുദ്ധി വിദഗ്ധൻ ഒരുത്തൻ ആത്മഹത്യ ചെയ്തെന്ന് പറയട്ടെ. എന്താ ഈ നിർമ്മിത ബുദ്ധി? നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാ ഞാൻ ചോദിച്ചത് എന്താന്ന്. അപ്പോൾ ഇതെന്തിനാ ഞാൻ ചോദിച്ചാനുള്ള സമാധാനം പറയേ. അല്ല അത് ലോക്കടിക്ക്. അത് ലോക്കൊന്നും ഇല്ല. എന്റെ ഫോൺ ആരും എടുക്കാറില്ല. ഓ അത് ശരി. അതെ മന്മേതാട്ട യൂട്യൂബിൽ പലതും സെർച്ച് ചെയ്യാറുണ്ടല്ലേ? യൂട്യൂബിൽ സിനിമകൾ കാണും ഞാൻ. സിനിമയല്ല പിന്നെ പാട്ട് കേൾക്കും. പാട്ടുമല്ല. പിന്നെ ക്രിക്കറ്റും അല്ല. അതൊന്നും അല്ല. പിന്നെ ഞാൻ എന്ത് കാണാ ഇതില്? എന്ത്? അതെ വീഡിയോസ് കാണാറില്ലേ? അതങ്ങനെയൊക്കെ ഇതിലുണ്ടാ? ഇല്ലേ? ഇല്ല. ആര് പറഞ്ഞു? ഫോണിൽ ചെന്ന് മന്മതേട്ടൻ അതാണ് സ്ഥിരം കണ്ടോണ്ടിരിക്കണത്. സത്യശീല അതൊന്നും പറയല്. അതെ ഇത് നോക്കി. ഇത് കണ്ട ഇത് ഒരു പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതന്നെ വന്നോണ്ടിരിക്കും. ഇത് ഞാൻ എപ്പോഴും ഒരു പ്രാവശ്യം ഒന്നും അറിയാണ്ട് കൈ തട്ടിട്ട് പോയി സ്ഥിരം നോക്കുന്നുണ്ട്. അതാണ് സ്ഥിരം തന്നെ പരിപാടി. അതെ മന്മതേട്ടാ, ഒരാളുടെ സ്വഭാവം, അയാളുടെ വീക്ക്നെസ് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ യൂട്യൂബോ അല്ലെങ്കിൽ ഫേസ്ബുക്കോ നോക്കിയാൽ മതി. യൂട്യൂബ് നോക്കി അങ്ങനെ അറിയാൻ പറ്റും. അത് മനസ്സിലാവും. അതായത് നമ്മളിപ്പോ ഒരു തരത്തിലുള്ള വീഡിയോ 1, 2, 3 പ്രാവശ്യം കണ്ടു എന്ന് വിചാരിക്കാം.
ഉദാഹരണത്തിന് ഇപ്പോ മൻമതേട്ടൻ തന്നെ മറ്റേ ഈ വീഡിയോ കണ്ടു. അത് കണ്ട് ഞാൻ നീ ഇങ്ങനെ ഉറക്കെ എപ്പോഴും അത് പറയല്ലേ. അതെ അതെ കണ്ടല്ലോ ഒരു പ്രാവശ്യം. അതെ, അപ്പൊ അതിങ്ങനെ ഒരു പറഞ്ഞ ആവശ്യമല്ല. ഇതുണ്ടോ ഇതൊക്കെ അതാ കണ്ടോണ്ടിരുന്നതാ. അപ്പോ ഇങ്ങനെ കാണുമ്പോ മന്മഥേട്ടൻ ആരാണ്, എന്താണ്, നിങ്ങളുടെ സ്വഭാവം, നിങ്ങൾ ഏത് തരത്തിൽപ്പെട്ട ആളാണെന്നെല്ലാം ഇവ മനസ്സിലാക്കി കഴിയും. ഇതിനകത്തുള്ള സിസ്റ്റം മനസ്സിലാക്കി കഴിയും. അപ്പൊ അല്ലെ പറയട്ടെ, അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളുള്ള വീഡിയോസ് നമുക്ക് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും താല്പര്യമൊന്നും ഉള്ളതല്ല. അല്ല പക്ഷെ അങ്ങനെ നമ്മൾ കാണുന്നതാണല്ലോ. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരൈറ്റം, അതായത് നിർമ്മിത ബുദ്ധിയുടെ ഒരൈറ്റം. വേറെയും കുറേ സംഗതികളുണ്ട്. സത്യ ഇപ്പൊ ഇതിനകത്തുള്ള ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനകത്ത് നമ്മൾ തുറക്കുമ്പോൾ മരണമെന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്കൊന്ന് കളയാൻ പറ്റും. ഇപ്പോ സിസ്റ്റം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് മന്മഥേട്ടൻ മഹാവഷളനും സ്ത്രീ വിഷയങ്ങളിൽ നല്ല താല്പര്യമുള്ള ആളാണ്. അങ്ങനെയാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. ആ ധാരണ നമുക്ക് മാറ്റണം. ഇനിയിപ്പോ അതിന് ഞാൻ എന്തോ ചെയ്യണം? സിസ്റ്റത്തിന്റെ കാല് വല്ലതും പിടിക്കണോ? ഞാൻ പിടിക്കാം. അയ്യോ കാലൊന്നും പിടിക്കേണ്ട കാര്യമില്ല. നല്ല വീഡിയോസ് കാണുക, നല്ല പുരാണ സീരിയലുകള്, പുരാണ സിനിമകള്, നല്ല മെഡിറ്റേഷൻ വീഡിയോസ്, അതൊക്കെ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കണ്ടാൽ മതി. അപ്പൊ എന്ത് സംഭവിക്കും? മന്മഥേട്ടൻ നല്ല ആളാണെന്ന് സിസ്റ്റം മനസ്സിലാക്കും, സത്യവനായിട്ടുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ആ നിലയ്ക്കുള്ള വീഡിയോസ് ഇങ്ങനെ തുടർന്നും ഇങ്ങനെ വന്നോണ്ടിരിക്കും. അല്ല, ഇത് മാറ്റാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വേറെ വഴിയൊക്കെ ഉണ്ട്, എന്നാ അത് പറഞ്ഞ. പക്ഷേ മന്മഥേട്ടൻ ഈ വഴിക്ക് തന്നെ പോയാ മതി. വ്യാരിയേ, വ്യാരിയേ, ഒരു കാര്യം പറയാണ്ട്. ഇതല്ല അതെ, ഞാനേ ഒരു 50,000 കൊടുത്ത് ഫോൺ മേടിച്ചിട്ട് ഇപ്പൊ സ്വസ്ഥമായിട്ട് മനുഷ്യനൊന്നും കാണാൻ പറ്റില്ല എന്ന് പറയും. എന്തൊരു കഷ്ടമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അല്ല, അന്റെ പ്രശ്നം ഇപ്പൊ എന്താണ്? ആ കോഴിക്ക് വില അടിഞ്ഞതിന് ഞാൻ എന്താണ്? എന്റെ കോഴിക്ക് വില അടിഞ്ഞ് കണക്ക് നോക്കിയിട്ട് ഇക്കിന്റെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? അത് നടക്കില്ല. ഈ പൈസ ഈ തരില്ലെങ്കിൽ വേണ്ട, ഇജ്ജ് കുഴപ്പമില്ലാക്ക മേടിക്കാൻ എനിക്കറിയാം. അതല്ലായാലും വലിയ പൈസ ഞാൻ എന്താ വെച്ചോ, ഈ 15,000 ഉറുപ്പ്യക്കൊന്നും മെനക്കെടാക്ക് വയ്യാത്തോണ്ടാണ്. അത് കുഴപ്പമില്ല കേട്ടോ, അത് ഞാൻ മേടിച്ചോണ്ട് ഈ തരണ്ട, ഞാൻ എൻ്റെ മേടിച്ചോണ്ട്. എന്നാ ശരി, ഈ ഫോൺ വെക്ക്, ഇവിടെ വേറെ പണി ഇറക്കാണ്. ശരി എന്നാല് ആയിക്കോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളോട്. ഈ ചോദിച്ചു പണി നടക്കണില്ലല്ലോ. ഈ അപ്പൊ കൊത്തി നിൽക്കാൻ അതിങ്ങനെ ചുറ്റോട് ഞാൻ ഇടും. ഈ കംപ്ലീറ്റ് പുല്ലിങ്ങനെ ചോദിക്കാളെ. അല്ല, നിങ്ങളൊരു 10,000 ഉറുപ്പ്യ എനിക്ക് തരുക, 2% പലിശക്ക്. എനിക്ക് ബാങ്കിൽ നിന്ന് കിട്ടോ ഈ 2% പലിശക്ക്? ബാങ്കിൽ നിന്ന് കിട്ടൂല, അല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അത് ശരി, ബാങ്കിൽ നിന്നും കൂടി കിട്ടാത്ത ഞാൻ തരണ എനിക്ക്. പിന്നെ ശ്രദ്ധിക്കണ്ടേ? അയ്യ, അവിടെ ഇവിടെ പറമ്പില് എവിടെ കത്തിയാ? എവിടെ പോട്ടാ? ഞങ്ങള് നമ്മുടെ രാഘവേട്ടന്റെ അടുത്തൊന്ന് പോയതാണ്. മൂപ്പരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട്. സമാധാനിപ്പിക്കാന്ന് പറഞ്ഞാ എന്താ മൂപ്പർക്ക് പയ്യന്റെ അടുക്ക? ശരി, അറിഞ്ഞില്ലപ്പാ. ഇല്ല. രാഘവട്ടൻ കോടനാവട്ടത്ത് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലത്തെ ഏതോ മാഷുണ്ടായി കൂട്ടുകാരൻ. അയാള് ഫോണിൽ വിളിച്ചിട്ട് കുറെ പൈസ വേണോന്ന് പറഞ്ഞു. പുള്ളി പൈസ അയച്ചു കൊടുത്ത, അത് തട്ടിപ്പായിരുന്നു ഓൺലൈനിലേ. ഈ രാഘവേട്ടൻ എന്ത് പണിയാ കാട്ടണത്? ഒരാള് വിളിച്ച് കായ് ചോദിച്ചു വെച്ചാ ആരാണ് എന്താന്ന് അറിയാണ്ട് അങ്ങോട്ട് കാശ് എടുത്ത് കൊടുക്കല. ആളെ കണ്ടെന്നേ, മാഷ് വിളിച്ചു ചോദിച്ചാ പിന്നെ പൈസ കൊടുക്കണ്ടേ? വീഡിയോ കോളാ വിളിച്ചത്. ഏത് മാഷോ? അത് ശരി, അപ്പൊ മാഷ് പറ്റിച്ച്. മാഷ് പറ്റിച്ചതല്ല, അത് പുതിയ കാലത്തൊരു ടെക്നോളജിയാ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. എന്ത് ടെക്നോളജി? പറ്റിക്കലല്ലേ? പറ്റിച്ചപ്പോ പൈസ പോയി, ഈ ആൾക്കാർക്ക് കിട്ടിയിട്ടുമില്ല. വിളിച്ചത് അയാള് തന്നെ. എന്താ ഈ പറഞ്ഞൊരു പിടുത്തം കിട്ടില്ല. എന്നിട്ട് കേസ് കൊടുത്തില്ലേ? കേസ് കൊടുത്ത് ചെറിയച്ഛൻ സൈബർ സെന്ററിലുണ്ടല്ലോ സുധാൻ. അപ്പൊ അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ പറഞ്ഞപ്പോ അവര്? അതെ, ഇവിടെ നോക്കൂ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേനുള്ള തട്ടിപ്പുകളൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു വിദഗ്ധൻ പറയേണ്ടതായിട്ടുണ്ട്, ജീവജാലങ്ങളുടെ ആദ്യഘട്ടം അമീബയിൽ നിന്നാണ്. വെട്ടിപ്പുകളുടെ അമീബ ഘട്ടമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് പെറ്റുപെരുകി നമ്മളെ മൊത്തത്തിൽ വിഴുങ്ങും. ജനാധിപത്യവും ഭരണ സംവിധാനം വരെ അട്ടിമറിക്കാൻ ഇതിന് കഴിയും. ഇനി എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല.
ഈ വാസുമാഷ് പറയുന്ന ആള് നിങ്ങളായിട്ട് അത്ര ബന്ധമുള്ള ആളാണോ? അതെ സാറേ, വാസുമാഷും ഞാൻ ഒന്നിച്ച് ഒരു സ്കൂളിൽ പഠിപ്പിച്ചാന്ന്. അപ്പൊ അയാള് ഇപ്പൊ ബുദ്ധിമുട്ടി എന്നോട് കുറച്ച് കാശ് ചോദിച്ചു. ഞാനത് എന്തായാലും അയച്ചു കൊടുക്കുക. അത്ര സുഹൃത്തുക്കളാ ഞാനത് അയച്ചു കൊടുത്തു. അതിപ്പോ ഒറിജിനലാണോ വ്യാജനാണോ ഞാൻ എങ്ങനെ തിരിച്ചറിയല്? ഈ വീഡിയോ ശ്രദ്ധിച്ചില്ലേ? വീഡിയോ ശ്രദ്ധിച്ചു. അയാൾ തന്നെ, വാസുമാഷ് തന്നെ. നമ്മളോട് ഈ വീഡിയോയിലെ കാശ് ആവശ്യപ്പെടുന്ന വ്യക്തിനെ നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഈ വ്യക്തി ഇമ വെട്ടണില്ലെങ്കിൽ അത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് വിഷ്വലാണ്. ഇമ വെട്ടുന്നുണ്ടെങ്കിൽ അത് ഒറിജിനലാണ്. ഇതുപോലെ തന്നെയാണ് സംസാരിക്കുമ്പോ ലിപ്പ്, അതായത് ചുണ്ടടങ്ങുന്നത് വേറെയും സംസാരം വേറെ ആണെങ്കിൽ അത് വ്യാജനാണ്. അത് കുറച്ചു സമയമേ ആ വീഡിയോ ഉണ്ടായിട്ടുള്ളൂ, കുറച്ചു സമയം. അതിൽ പിന്നെ അന്നേരം ഞാനിങ്ങനെ ഈ ലിപ്പും കണ്ണെല്ലാം നോക്കുന്ന ഇങ്ങനെ. അല്ല, അത് അവരുടെ ട്രിക്കാണത്. 10 സെക്കൻഡിന്റെ ഉള്ളിൽ ഈ വീഡിയോ കഴിയും. കാരണം അതിൽ കൂടുതൽ വെച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചാലും. അപ്പൊ ഈ കണ്ണും ലിപ്പും അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ സാറേ ഇത് കണ്ടുപിടിക്കാൻ? വേറൊരു വഴിയുണ്ട്. ഇപ്പൊ നിങ്ങളോട് പണം ആവശ്യപ്പെട്ട ആള് നിങ്ങൾക്ക് അത്രയും വേണ്ടപ്പെട്ട ആളാവില്ലേ? അപ്പൊ അയാൾക്കും നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം അത് അയാളോട് ചോദിക്കുക. അപ്പൊ ഒറിജിനൽ ആളാണെങ്കിൽ ആ സംഭവം നിങ്ങളോട് പറയും. പറയാതിരിക്കുന്നുവെങ്കിൽ അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന നിർമ്മിച്ച വ്യാജ ആളായിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. കാരണം ഇനി തട്ടിപ്പുകളുടെ കാലാണ്. ഇനി ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂ. പടച്ച റബ്ബേ, ഈ നിലക്ക് പോയ ഈ ദുനിയാവ് എവിടെ ചെന്ന് അവസാനിക്കും? ഞങ്ങളോടെ പൈസ കയ്യിലുള്ള നല്ല പേടിയുണ്ടായി. ഈ എന്റെ മുഖത്ത് നോക്കി വായം പൊളിച്ച് കണ്ട് പണി എടുക്കണേ ചങ്ങായി.